റഷ്യൻ പ്രതിപക്ഷ നേതാവും പ്രസിഡന്റ് പുടിന്റെ കടുത്ത വിമർശകനുമായിരുന്നു അലക്സി നവൽനി. അഴിമതി വിരുദ്ധ പ്രതിഷേധങ്ങളിലൂടെ ശ്രദ്ധ നേടിയ അദ്ദേഹം 2 വർഷം മുൻപാണ് മരിച്ചത്. 2026 ഫെബ്രുവരി 14 നവൽനിയുടെ മരണത്തിന് 2ാം വാർഷികത്തോടനുബന്ധിച്ച് UK, ഫ്രാൻസ്, ജർമ്മനി, സ്വീഡൻ, നെതർലാൻഡ്സ് എന്നീ 5 രാജ്യങ്ങൾ ഒരു സംയുക്ത പ്രസ്താവന ഇറക്കി. നവാൽനിയുടെ ശരീരത്തിൽ നിന്നുള്ള സാമ്പിളുകളിൽ നടത്തിയ പരിശോധനകളിൽ വിഷാംശം കണ്ടെത്തിയതായി ഈ രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രാലയങ്ങൾ ശനിയാഴ്ച അറിയിച്ചു. പിന്നാലെ റഷ്യൻ സർക്കാർ ഉപയോഗിച്ച ഒരു അപൂർവ വിഷമേറ്റ് നവാൽനി കൊല്ലപ്പെടുകയായിരുന്നു എന്നാണ് ആരോപണം. സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയ വിഷം തെക്കേ അമേരിക്കയിലെ ചില പ്രത്യേക തവളകളുടെ തൊലിയിൽ നിന്ന് ലഭിക്കുന്ന വിഷമായിരുന്നു. നവാൽനിയുടെ മൃതദേഹത്തിൽ നിന്ന് കിട്ടിയ സാമ്പിളുകൾ യൂറോപ്യൻ ലാബുകളിൽ പരിശോധിച്ചപ്പോൾ പ്രസ്തുത വിഷത്തിന്റെ സാന്നിധ്യം സ്ഥിരീകരിക്കപ്പെട്ടു എന്നാണ് ഈ രാജ്യങ്ങളുടെ സംയുക്ത പ്രസ്താവനയിൽ പറയുന്നത്. ഈ വിഷം റഷ്യയിൽ സ്വാഭാവികമായി ലഭിക്കുന്നതല്ല. വടക്കൻ ദക്ഷിണ അമേരിക്കയിൽ നിന്നുള്ള തവളകളിലാണ് കാണപ്പെടുന്നത്. മോർഫിനേക്കാൾ 100 മുതൽ 200 മടങ്ങ് വരെ ശക്തമാണ് ഈ വിഷം. ഉള്ളിലെത്തിയാൽ നാഡീവ്യവസ്ഥയെ ബാധിച്ച് പക്ഷാഘാതം, ശ്വാസകോശ പ്രശ്നങ്ങൾ, കഠിനമായ വേദന എന്നിവയുണ്ടാക്കി ഇരയെ ശ്വാസം മുട്ടിച്ച് കൊന്നുകളയും. ഇത്തരം ഇരകൾ കഠിനമായ വേദനയോടെ ശ്വാസം മുട്ടി മരിക്കുമെന്ന് ജർമ്മൻ വിദേശകാര്യമന്ത്രി പറയുന്നു. ഭൂമിയിലെ ഏറ്റവും മാരകമായ വിഷങ്ങളിലൊന്നാണ് എന്നും ഇതിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. ആർട്ടിക്കിലെ അതിസുരക്ഷാ ജയിലിൽ ഏകാന്ത തടവ് അനുഭവിക്കുകയായിരുന്ന നവാൽനിയെ 2024 ഫെബ്രുവരിയിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സ്വാഭാവിക കാരണങ്ങൾ മരണം സംഭവിച്ചു എന്നാണ് റഷ്യൻ അധികൃതരുടെ വിശദീകരണം. എന്നാൽ റഷ്യക്ക് മാത്രമേ ഈ മാരക വിഷം നവാൽനിയുടെ ജയിലിൽ എത്തിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നുള്ളൂ. അതിനാൽ റഷ്യ തന്നെയാണ് ഈ മരണത്തിന് ഉത്തരവാദിയെന്നാണ് യൂറോപ്യൻ രാജ്യങ്ങൾ കുറ്റപ്പെടുത്തുന്നത്.